നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂച്ചക്കാട്ടെ അബ്ദുൾ മജീദിന്റെ വീട് കുത്തി തുറന്ന 45 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന പ്രതിയെ ഷൊർണൂർ ജയിലിൽ നിന്നും കാസർഗോഡ് എത്തിച്ചു. കവർച്ച നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തി. കഴിഞ്ഞ കാലവർഷത്തിൽ രൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായ ചെറുവത്തൂർ വീരമലക്കുന്നിൽ ഇപ്പോഴും അപകടം പതിയിരിക്കുന്നു. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലുണ്ടാവുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. തട്ടുകളായി തിരിച്ച് മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. കാസർഗോഡ് ട്രെയിനിന് നേരെ വീണ്ടും കല്ലേറ്. പള്ളിക്കര പൂച്ചക്കാടിന് സമീപം ഇന്റർസിറ്റി എക്സ്പ്രസിന് നേരെയുണ്ടായ കല്ലേറിൽ യാത്രക്കാരിയുടെ കണ്ണിന് പരിക്കേറ്റു. നീലേശ്വരം ആലിക്കീഴിലെ കുഞ്ഞിക്കണ്ണന്റെ ഭാര്യ അനിതയ്ക്കാണ് പരിക്കേറ്റത്. തൃക്കരിപ്പൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആംബുലൻസിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓടിയത് പരിഭ്രാന്തി പരത്തി. ദിലീപ് സർക്കാർ എന്ന യുവാവിനാണ് ട്രെയിനിൽ നിന്ന് വീണ പരിക്കേറ്റിരുന്നത്. കാഞ്ഞങ്ങാട് കൊറിയർ സ്ഥാപനം വഴി MDMA കടത്താൻ ശ്രമം. മയക്കുമരുന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിൽ കാസർഗോഡ് ജില്ലയിൽ മയക്കുമരുന്ന് വേട്ട ശക്തമാക്കി പോലീസ്. മഞ്ചേശ്വരം കടപ്പുറത്ത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ വന്നുചേരുന്ന ഓഷ്യൻ വാട്ടർ പാർക്കിന് മുന്നിലെ കാറ്റാടിമരം അപകട ഭീഷണി ഉയർത്തുന്നു. ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന ഉണങ്ങി ദ്രവിച്ച നിലയിലുള്ള മരം വലിയൊരു അപകടത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാരും സന്ദർശകരും. വാർത്തകൾ വിശദമായി. പൂച്ചക്കാട്ടെ അബ്ദുൾ മജീദിന്റെ വീട് കുത്തി തുറന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന പ്രതിയെ ഷൊർണൂർ ജയിലിൽ നിന്നും കാസർഗോഡ് എത്തിച്ചു. കവർച്ച നടന്ന വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പും നടത്തി. പൂച്ചക്കാട്ടെ അബ്ദുൾ മജീദിന്റെ വീട് കുത്തി തുറന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന പ്രതിയെ ഷൊർണൂർ ജയിലിൽ നിന്നും വെള്ളിയാഴ്ച വൈകിട്ടോടെ പൂച്ചക്കാട്ടെത്തിച്ചു. കവർച്ച നടന്ന വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കവർന്ന സ്വർണ്ണാഭരണങ്ങൾ പോലീസ് കണ്ടെത്തി. കവർച്ച ചെയ്ത മുഴുവൻ ആഭരണവും ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂരിൽ നിന്നുമാണ് സ്വർണം കണ്ടെടുത്തത്. പ്രതിയെ 4 ദിവസത്തേക്കാണ് ബേക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. തെളിവെടുപ്പ് തുടരും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കഴിഞ്ഞ കാലവർഷത്തിൽ രൂക്ഷമായ മണ്ണിടിച്ചിലിലുണ്ടായ ചെറുവത്തൂർ വീരമലക്കുന്നിൽ ഇപ്പോഴും അപകടം പതിയിരിക്കുന്നു. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. തട്ടുകളായി തിരിച്ച് മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. മഴക്കാലം ശക്തി പ്രാപിക്കാനിരിക്കെ ദേശീയപാതയിൽ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ വീരമലക്കുന്ന ഭാഗത്തു നിന്നുള്ള ഈ ആകാശക്കാഴ്ചകൾ ആരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ കാലവർഷത്തിൽ വീരമലക്കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുവീണ് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചത് ഒരാഴ്ചയിൽ ഏറെയാണ്. മണ്ണിടിഞ്ഞ സമയത്ത് ദേശീയപാതയിലൂടെ കാറോടിച്ചിരുന്ന ഒരു അധ്യാപിക രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കഴിഞ്ഞ കാലവർഷത്തിൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ഇതാണ് നാട്ടുകാരുടെ ആശങ്കയുടെ പ്രധാന കാര്യം. മണ്ണ് ഇടിയാൻ സാധ്യതയുള്ള ഭാഗത്ത് ഇതേവരെ ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. മണ്ണിന് ഉറപ്പുള്ള ഭാഗത്ത് അവർ ഭൂവസ്ത്രമൊക്കെ ധരിപ്പിച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരാഴ്ച മാത്രമേ മഴ തുടങ്ങാനുള്ളൂ. ആ സമയത്തിനിടയിൽ ഇത്രയും വിശാലമായ സ്ഥലത്ത് അവരുടെ വർക്ക് പൂർത്തിയാവുന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇക്കൊല്ലം മണ്ണിടിയാൻ എല്ലാ സാധ്യതയുണ്ട്. അപകടം വരാനുള്ള സാധ്യതയുണ്ട്. റോഡ് ബ്ലോക്കാവും, ഹൈവേ പൂർണ്ണമായും ബ്ലോക്കാവും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിനേക്കാൾ കൂടുതൽ പ്രദേശത്ത് ഹൈവേ ബ്ലോക്കാവാനുള്ള സാധ്യത ഉണ്ട്. നാട്ടുകാർ അതുപോലെ ഇതിലെ പോകുന്ന യാത്രക്കാരൊക്കെ ആശങ്കാകുലർ തന്നെയാണ് അവരുടെ സുരക്ഷയിൽ. ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വരുന്ന മന്ത്രിസഭയും കാലാകാലങ്ങളായി വരുന്ന ജനപ്രതിനിധികളൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നതല്ലാണ്ട് ടോക്കൺ കൊണ്ട് വെക്കുന്നു. അത് യാതൊരുവിധ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവൃത്തി തുടങ്ങിയപ്പോൾ നമ്മൾക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു, ഒക്കെ നല്ല രീതിയിൽ പോകുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടി വീണ മണ്ണ് തന്നെ
ഇതുവരെയും ഉറപ്പിക്കാനോ അത് നല്ല രീതിയിൽ സംരക്ഷിക്കാനോ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അവർ മേലെ ഉറച്ച മണ്ണ് മാത്രമാണ് പൊട്ടിച്ച് കുറച്ച് പ്ലെയിൻ ആക്കിയിട്ട് പിന്നെ സ്ലോപ്പാക്കിയിട്ട് അവിടെ ഭൂവസ്ത്രമൊക്കെ നടക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നൊരു പിന്നെ വിശ്വാസം നമുക്ക് കുറവാണ്. നമ്മൾ പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. വളരെ ആശങ്കാകുലാണ് ജനങ്ങളും നാട്ടുകാരും എല്ലാം യാത്രക്കാരും എല്ലാവരും. പഴയ കാലത്ത് ഡച്ച് കോട്ട സ്ഥിതി ചെയ്തിരുന്ന വീരമലക്കുന്നിന്റെ മുകൾ ഭാഗം ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. എന്നാൽ ദേശീയപാതയുടെ ഭാഗത്ത് അടിക്കടി ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ ഈ സാധ്യതയും ഇല്ലാതാക്കുകയാണ്. മലയുടെ ഭാഗത്ത് സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇത്തവണത്തെ കാലവർഷത്തിലും മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്നും അപകടങ്ങളും ഗതാഗത തടസ്സവും ഉണ്ടാകുമെന്നുമാണ് നാട്ടുകാരുടെ ആശങ്ക. വീരമലക്കുന്നിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇവർ ഇതിന് നെറ്റടിക്കുന്നുണ്ട്. ഈ നെറ്റടിക്കുന്നത് കൊണ്ടൊന്നും ഇതിനൊരു ശാശ്വതമായ പരിഹാരമല്ല. ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇത് കോൺക്രീറ്റ് ചെയ്ത് അടിയുന്ന കോൺക്രീറ്റ് ചെയ്ത് തട്ടാക്കി കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഇതിപ്പോൾ ലൂസാക്കി കിടക്കുന്ന മണ്ണിന് നെറ്റടിച്ചത് കൊണ്ട് ഒരു പ്രശ്നവും പരിഹാരമല്ല. കാരണം അത് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ അത് വീണ്ടും തള്ളി വരും. അത് മാത്രമല്ല, ഇതിനപ്പുറത്താണ് കുന്ന് ഇടിഞ്ഞത്. ആ ഇടിഞ്ഞ ഭാഗത്ത് യാതൊരു ശാശ്വത പരിഹാരം ഇതുവരെ ഇവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഉറച്ച മണ്ണിലാണ് ഇപ്പോൾ അവർ നെറ്റടിക്കുന്നത്. അപ്പോൾ ഇനിയും ഇത് ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇഴഞ്ഞു നീക്കുന്ന നിർമ്മാണ പ്രവൃത്തി ഇവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം RTO ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതി പരിശോധിച്ചിരുന്നു. തട്ടുകളായി തിരിച്ച് മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. KV സുനിൽകുമാറിനോടൊപ്പം ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ട്രെയിനിന് നേരെ വീണ്ടും കല്ലേറ്. പള്ളിക്കര പൂച്ചക്കാടിന് സമീപം ഇന്റർസിറ്റി എക്സ്പ്രസിന് നേരെയുണ്ടായ കല്ലേറിൽ യാത്രക്കാരിയുടെ കണ്ണിന് പരിക്കേറ്റു. നീലേശ്വരം ആലിക്കീഴിലെ കുഞ്ഞിക്കണ്ണന്റെ ഭാര്യ അനിതയ്ക്കാണ് പരിക്കേറ്റത്. ഇന്റർസിറ്റി എക്സ്പ്രസിന് നേരെ കല്ലേറ്, യാത്രക്കാരിയുടെ കണ്ണിന് പരിക്കേറ്റു. പള്ളിക്കര പൂച്ചക്കാടിന് സമീപത്താണ് സംഭവം. നീലേശ്വരം ആലിക്കീഴിലെ കുഞ്ഞിക്കണ്ണന്റെ ഭാര്യ അനിതയ്ക്കാണ് പരിക്കേറ്റത്. വലതുകണ്ണിന് താഴെയാണ് പരിക്കേറ്റത്. മംഗലാപുരത്ത് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയാണ് കല്ലേറുണ്ടായത്. കിഴക്കുഭാഗത്തെ സീറ്റിൽ ട്രെയിനിലെ മധ്യഭാഗത്തുള്ള കമ്പാർട്ട്മെന്റിലാണ് വീട്ടമ്മ ഇരുന്നിരുന്നത്. ജനാലക്കമ്പിയിൽ തട്ടിയ കല്ല് തെറിച്ച് കണ്ണിൽ പതിക്കുകയായിരുന്നു. വീട്ടമ്മ ധരിച്ചിരുന്ന ഗ്ലാസ് പൊട്ടി ചിതറി കണ്ണിന് താഴെയായി മുറിവേറ്റു. ഇവരെ കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതിക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു. കാസർഗോഡ് റെയിൽവേ SI CS സനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആംബുലൻസിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓടിയത് പരിഭ്രാന്തി പരത്തി. ദിലീപ് സർക്കാർ എന്ന യുവാവിനാണ് ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടുന്ന ട്രെയിനിൽ നിന്നും അന്യസംസ്ഥാന തൊഴിലാളി പുറത്തേക്ക് തെറിച്ചു വീണത്. റെയിൽവേ മെയിന്റനൻസ് വിഭാഗം തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ആംബുലൻസിൽ കയറ്റുന്നതിനിടയിൽ യുവാവ് ആംബുലൻസിൽ നിന്നും ഇറങ്ങിയോടിയതാണ് എല്ലാവരെയും ആശങ്കയിലാക്കിയത്. തുടർന്ന് നാട്ടുകാരും പോലീസും മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിന്റെ ഒടുവിലാണ് നിലമ്പത്തെ ഒരു വീടിന്റെ കോഴിക്കൂട്ടിൽ കണ്ടെത്തിയത്. തലയിലും കാലിലും കൈയിലും പാദങ്ങളിലും മുറിവേറ്റ് ചോര ഒലിക്കുന്ന രീതിയിലായിരുന്നു. തുടർന്ന് പോലീസ് തൃക്കരിപ്പൂർ ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും തുടർ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. ബാംഗ്ലൂർ സ്വദേശിയാണെന്നാണ് സൂചന. വീഴ്ചയിലുണ്ടായ പേടിയെ തുടർന്നാണ് ഓടിയതെന്നാണ് യുവാവിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് കൊറിയർ സ്ഥാപനം വഴി MDMA കടത്താൻ ശ്രമം. മയക്കുമരുന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിൽ കാസർഗോഡ് ജില്ലയിൽ മയക്കുമരുന്ന് വേട്ട ശക്തമാക്കി പോലീസ്. 2025-26 കാലയളവിൽ NDPS നിയമപ്രകാരം ജില്ലയിൽ അറസ്റ്റിലായത് 1600-ലധികം പേർ. മടിയനിലെ ഒരു കൊറിയർ സ്ഥാപനം വഴിയാണ് MDMA കടത്താൻ ശ്രമമുണ്ടായത്. വൈകിട്ട് 2 പേരാണ് MDMA അടങ്ങിയ കവർ കൊറിയറിൽ നൽകിയത്. പണമടച്ച് 2-അംഗ സംഘം മടങ്ങി. പിന്നാലെ സംശയം തോന്നി സ്ഥാപനുടമ പോലീസിനെ അറിയിച്ചു. ഹോസ്ദുർഗ് SI കൊറിയർ സ്ഥാപനത്തിലെത്തി കവർ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചു. 1.58 ഗ്രാം MDMA കവറിൽ കണ്ടെത്തി. പ്രതികൾ കൊറിയർ സ്ഥാപനത്തിൽ നൽകിയത് വ്യാജ മേൽവിലാസം. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ കാസർഗോഡ് ജില്ലയിൽ ലഹരി മാഫിയയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി ജില്ലാ പോലീസ്. 2025-26 വർഷങ്ങളിലായി ജില്ലയിൽ NDPS നിയമപ്രകാരം കർശനമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് പോലീസ് നടപ്പിലാക്കിയത്.
വൻകിട മയക്കുമരുന്ന് കടത്ത് തടയുന്നതിന് പ്രത്യേക ഊന്നൽ നൽകിയുള്ള പരിശോധനകളിൽ വാണിജ്യ അളവിലുള്ള 45 കേസുകളാണ് പോലീസ് കണ്ടെത്തിയത്. 2025-ൽ 1224 NTPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1363 പ്രതികളെ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഇതിൽ 22 കേസുകൾ വാണിജ്യ അളവിലുള്ളതും 50 എണ്ണം ഇടത്തരം അളവിലുള്ളതും 116 കേസുകൾ ചെറിയ അളവിലുള്ളതുമാണ്. ബാക്കിയുള്ളവ മയക്കുമരുന്ന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളാണ്. സ്ഥിരം കുറ്റവാളികളെ കരുതൽ തടങ്കിലാക്കുന്നതിനായി 28 പ്രപ്പോസലുകൾ സർക്കാരിന് സമർപ്പിക്കുകയും അതിൽ 13 കേസുകളിൽ തടങ്കൽ ഉത്തരവുകൾ ലഭിച്ച് നടപ്പിലാക്കുകയും ചെയ്തു. 2026-ൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 1,93,241 പേർ അറസ്റ്റിലായി. 8 കേസുകൾ വാണിജ്യ അളവിലുള്ളതും 15 എണ്ണം ഇടത്തരം അളവിലുള്ളതും 19 എണ്ണം ചെറിയ അളവിലുള്ളതുമാണ്. മറ്റുള്ളവ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളും. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന ഊർജിതമായ പരിശോധനകളുടെയും കൃത്യമായ ഇടപെടലുകളുടെയും ഫലമായാണ് ഇത്രയധികം NTPS കേസുകൾ രജിസ്റ്റർ ചെയ്യാനും പ്രതികളെ പിടികൂടാനും സാധിച്ചത്. ലഹരി വസ്തുക്കളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പന തടയുന്നതിനായി നടത്തിയ പ്രത്യേക നീക്കങ്ങളിലൂടെയാണ് 45 കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകൾ കണ്ടെത്താനായത്. പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഈ കാലയളവിൽ പീറ്റ് NTPS നിയമപ്രകാരം ആകെ 38 പ്രപ്പോസലുകൾ സർക്കാരിന് സമർപ്പിക്കുകയും അതിൽ 18 കേസുകളിൽ ഉത്തരവ് ലഭിച്ച് പ്രതികളെ ജയിലിലടക്കുകയും ചെയ്തു. ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയുന്നതിനും സമൂഹത്തെ മയക്കുമരുന്ന് വിപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമുള്ള ജില്ലാ പോലീസിന്റെ ശക്തമായ പ്രതിബദ്ധതയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കടപ്പുറത്ത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ വന്നുചേരുന്ന ഓഷ്യൻ വാട്ടർ പാർക്കിന് മുന്നിലെ കാറ്റാടിമരം അപകട ഭീഷണി ഉയർത്തുന്നു. ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന ഉണങ്ങി ദ്രവിച്ച നിലയിലുള്ള മരം വലിയൊരു അപകടത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാരും സന്ദർശകരും. വാട്ടർ പാർക്കിന് തൊട്ടുമുന്നിലെ ചെറു കടയോട് ചേർന്നാണ് മരം സ്ഥിതി ചെയ്യുന്നത്. ദിവസവും നിരവധി പേരാണ് സന്ധ്യാസമയങ്ങളിലും മറ്റും കടൽക്കാറ്റ് കൊള്ളാനും സമയം ചെലവഴിക്കാനും ഈ ഭാഗത്ത് എത്തിച്ചേരുന്നത്. ശക്തമായ കാറ്റ് വീശിയാൽ മരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിരക്കേറിയ സ്ഥലമായതിനാൽ വലിയൊരു ദുരന്തത്തിനാണ് ഇത് കളമൊരുക്കുന്നത്. വിഷയമറിഞ്ഞിട്ടും അധികൃതർ അനാസ്ഥ കാണിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വലിയ അപകടം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് മരം മുറിച്ചുമാറ്റി സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ളോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു.
മടിയൻകുലോം ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്തിലെ കലശ മഹോത്സവം അകത്തെ കലശത്തിന്റെ ഭാഗമായി മണാളൻ, മണാട്ടി, മാഞ്ഞാളിയമ്മ തെയ്യങ്ങൾ അരങ്ങിലെത്തി. കലശങ്ങളുടെ എഴുന്നള്ളിപ്പും നടന്നു. ഐതിഹ്യ പെരുമയാലും ദാരുശില്പ കൊത്തുപണികളാലും ആചാരാനുഷ്ഠാനങ്ങളാലും പെരുമയാർന്ന ചരിത്രപ്രസിദ്ധമായ ഉത്തര മലബാറിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശമഹോത്സവത്തിന്റെ ഭാഗമായി അകത്തെ കലശ നാളായ മെയ് 22 വെള്ളിയാഴ്ച രാത്രി മണാളൻ, മണാട്ടി തെയ്യങ്ങൾ ഒരുമിച്ച് അരങ്ങിലെത്തി. തുടർന്ന് ഇരു തെയ്യങ്ങളും അരങ്ങൊഴിഞ്ഞ ശേഷം മാഞ്ഞാളിയമ്മ തെയ്യത്തിന്റെ തിരുപ്പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമായി. മാഞ്ഞാളിയമ്മയുടെ തിരുമുടി നിവർന്നതോടെ പെരളം വയലിൽ കലശം, അടോട്ട് മൂത്തേടത്ത് കുതിര കലശം, കിഴക്കുംകര ഇളയെടുത്ത് കുതിര കലശം എന്നീ 3 ഇടങ്ങളിലെ കലശമെഴുന്നള്ളിപ്പ് ഭക്തജന ആരവത്തോടെ നടന്നു. തുടർന്ന് മാഞ്ഞാളിയമ്മ തെയ്യത്തിന്റെ തിരുനർത്തനവും ആചാരപ്പെരുമയോടെ നടന്നു. കൂലോത്തെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ശേഷം നടക്കുന്ന ആദ്യ കലശ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനും പങ്കാളികളാകുന്നതിനും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മദ്യവും മയക്കുമരുന്നും നമ്മുടെ ഭാവി തലമുറയിൽപ്പെട്ട യുവതി-യുവാക്കളെ കാർന്നു തിന്നുമ്പോൾ ലഹരി മേഖലയെ നശിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ കൈക്കൊണ്ട ശക്തവും യുക്തവും കഠിനവുമായ ശിക്ഷാ നടപടികൾ കേരളത്തിലും നടപ്പിലാക്കണമെന്ന LNS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് ഹാജി. LNS ജില്ലാ കൺവെൻഷൻ നടന്നു. മദ്യവും മയക്കുമരുന്നും നമ്മുടെ ഭാവി തലമുറയിൽപ്പെട്ട യുവതി-യുവാക്കളെ കാർന്നു തിന്നുമ്പോൾ ലഹരി മേഖലയെ നശിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ കൈക്കൊണ്ട ശക്തവും യുക്തവും കഠിനവുമായ ശിക്ഷാ നടപടികൾ കേരളത്തിലും നടപ്പാക്കണമെന്ന് LNS ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് ഹാജി ആവശ്യപ്പെട്ടു. ഈ ജില്ലയിൽ നിന്ന് സംസ്ഥാന ഭാരവാഹികളുണ്ട്, അതിൻ്റെ ലിസ്റ്റും കൂട്ടി അയച്ചു തരണം. മാത്രമല്ല സ്റ്റേറ്റ് കമ്മിറ്റിക്ക് 10,000 രൂപ അടിയന്തരമായി നൽകണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ട ഒരു വഴിയാണ്. മുമ്പ് നമ്മൾ ഇപ്പോൾ ലഹരി നിർമ്മാർജ്ജനം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ രൂപത്തിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ വലിയ രൂപത്തിലുള്ള ലഹരി മാഫിയ പിടിമുറുക്കിയിട്ടുണ്ട്. ഞാൻ കുട്ടിയാഴ്ച അടക്കമുള്ള ഹോസ്റ്റൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടികളെ തന്നെ സംബന്ധിച്ചൊരു കാര്യമാണ്. കാരണം അതിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ കിട്ടുന്ന ഷോപ്പുണ്ട്. അവിടുന്ന് സ്കൂൾ കുട്ടികൾ യൂണിഫോമിൽ തന്നെ വാങ്ങിയിട്ട് നേരെ കോടതിൻ്റെ മുറ്റത്ത് വിശാലമായ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി കുട്ടികൾ കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോ സ്കൂളിനെ സ്ഥിതി വെച്ച് നോക്കിയാലും അങ്ങനെയാണ് സ്ഥിതി. ഇതിനെ ഇല്ലാതാക്കാൻ എന്ത് വഴിയെന്നുള്ളതാണ്. അതിന് PTAൻ്റെ സഹായത്തോടു കൂടി ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ബോധവൽക്കരണ ക്ലാസ് നടത്തണം. അതിന് ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് നടത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഹോസ്റ്റൽ ഹൈസ്കൂളിലൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. കാരണം അവർ നിരന്തരമായ ബോധവൽക്കരണം 5ാം ക്ലാസ് മുതലുള്ള 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നിരന്തരമായുള്ള ബോധവൽക്കരണം നടത്തി കുട്ടികളെ അതിൽ പിന്തിരിപ്പിക്കുന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി മൂസാൻ പാട്ടിലത്ത് അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് കരീം കുശാൽ നഗർ, 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, MK റഷീദ് ഹാജി, മുഹമ്മദ് ഈച്ചിലിങ്കാൽ, കുണ്ടൂർ അബ്ദുള്ള, ഫൈസൽ, സുലൈഖ, മാഹിൻ, ഖദീജ മുഗ്രാൽ, EM കുഞ്ഞാമിന, സക്കീന, K ഖദീജ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി CH വടക്കേക്കര സ്വാഗതവും ട്രഷറർ KB കുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. ജൂൺ ആദ്യവാരം മീനാപ്പീസ് മഹൽ കമ്മിറ്റിയുടെയും LNSന്റെയും വനിതാ വിങ്ങിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാവാനഗറിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആളുടെ ചികിത്സാ സഹായാർത്ഥം ബാവ സ്പോർട്സ് ക്ലബ്
സെവൻ സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ബിരിയാണി ചാലഞ്ച് നടത്തി. ബാവാനഗർ ഖത്തീബിന്റെ പ്രാർത്ഥനയോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. ബാവാനഗറിൽ ക്യാൻസർ രോഗിയുടെ ചികിത്സാ സഹായാർത്ഥം ബാവ സ്പോർട്സ് ക്ലബ്ബ്, സെവൻ സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ബിരിയാണി ചാലഞ്ച് വൻ വിജയമായി പരിസമാപ്തി കുറിച്ചു. മഹലിലെയും സമീപ പ്രദേശങ്ങളിലെയും നാട്ടുകാരുടെ മികച്ച സഹകരണമാണ് പരിപാടിയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ശക്തിയായി മാറിയത്. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചിരുന്നു. AM റഷീദ് ഹാജിയെ ചെയർമാനായും K ഷാഹുൽ ഹമീദിനെ കൺവീനറായും CH നജ്മുദ്ദീനെ ഖജാൻജിയായും ഉൾപ്പെടുത്തി 12-അംഗ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സംഘാടകരുടെ ശക്തമായ ഇടപെടലും കൃത്യമായ ഏകോപനവുമാണ് പരിപാടിയെ ശ്രദ്ധേയമാക്കിയത്. ബാവാനഗർ ഖത്തീബിന്റെ പ്രാർത്ഥനയോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. CH സെന്റർ ട്രഷറർ CH അഹമ്മദ് കുഞ്ഞി ഹാജി, റിട്ടയർഡ് DYSP ഹസൈനാർ, CH കരീം ഹാജി, യൂത്ത് വോയിസ് പ്രവർത്തകൻ ഷംസുദ്ദീൻ കൂടിയങ്കാൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ഇത്തരം സാമൂഹിക ഉത്തരവാദിത്വ പരിപാടികൾ മറ്റു ക്ലബ്ബുകൾക്കും മാതൃകയാകണമെന്ന് ചെയർമാൻ റഷീദ് ഹാജി പറഞ്ഞു. പരിപാടിയുടെ വിജയത്തിനായി സഹകരിച്ച മുഴുവൻ ആളുകളോടും കൺവീനർ ഷാഹുൽ ഹമീദ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ശ്രീ നാഗരാജ നാഗകന്യക സന്നിധിയിൽ ബ്രഹ്മകലശാഭിഷേകത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. തന്ത്രിവര്യരായ സുഗാനന്ദ് ഭട്ട് മഞ്ചേശ്വരം, ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആസ്ര എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 3 ദിവസങ്ങളിലായാണ് ബ്രഹ്മകലശാഭിഷേകം നടക്കുന്നത്. ബ്രഹ്മകലശാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീ സന്നിധിയിലേക്ക് കലവറ സമർപ്പണം നടത്തി. കറന്തക്കാട് ശ്രീ വീരഹനുമാൻ മന്ദിര പരിസരത്തു നിന്നും മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് കലവറ ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ಬಾರೆ ಸಖಿ ಭುವರಾಸ ಕ್ರೀಡೆಯಾಡುವ ಸಾರ ಸಾಕ್ಷ ಕೃಷ್ಣನು ಕೊಳಲನೂದುವ ಕೃಷ್ಣ ಕೊಳಲನೂದುವ ಕೃಷ್ಣ ಕೊಳಲನೂದುವ ಹಾಸದಿಂದ ಸಕಲ ಜಗವ ಬೆಳಗುವ ಚಂದ್ರನು ತಾನಿವನ ನೋಡಿ ಬಹಳ ನಾಚುವ ബ്രഹ്മകലശാഭിഷേകത്തോടനുബന്ധിച്ച് നടക്കുന്ന ധാർമ്മിക സഭയിൽ എടനീർ മഠാധിപതി ശ്രീ 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 സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ആശീർവചനം നടത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നടക്കാവ് മഹാത്മാ അയ്യങ്കാളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ വെളിച്ചം വായനാ കളരി പദ്ധതി വിവിധ പരിപാടികളോടെ നടത്തി. കണ്ണൂർ റയാൻ ഇന്റർനാഷണൽ ഗ്രീൻ സ്കൂൾ അധ്യാപിക K ഷഹന ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് മഹാത്മാ അയ്യങ്കാളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ വെളിച്ചം വായനാ കളരി പദ്ധതി വിവിധ പരിപാടികളോടെയാണ് നടന്നത്. കണ്ണൂർ റയാൻ ഇന്റർനാഷണൽ ഗ്രീൻ സ്കൂൾ അധ്യാപിക K ഷഹന ഉദ്ഘാടനം ചെയ്തു. ബാലവിഭാഗം വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും വിവിധ കളികളും നടന്നു. ഗ്രന്ഥശാല പ്രസിഡന്റ് M സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു.
വായനക്കളരിയുടെ സമാപനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയം സന്ദർശിച്ചു. ഗ്രന്ഥകാരൻ കൂടിയായ ഫയർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരനുമായി കുട്ടികൾ സംവാദം നടത്തി. തുടർന്ന് വിവിധ സുരക്ഷാ സംവിധാനങ്ങൾ അധികൃതർ പരിചയപ്പെടുത്തി. വൈകുന്നേരം ഗ്രന്ഥാലയ ഹാളിൽ വിവിധ മത്സരങ്ങൾ നടത്തി. സോഷ്യൽ മീഡിയയെ എങ്ങനെ നമുക്ക് വരുതിയിലാക്കാം എന്ന വിഷയത്തിൽ മൈൻഡ് ക്യൂറേറ്റർ അഭിലാഷ് കരിവെള്ളൂർ ക്ലാസ് എടുത്തു. കുട്ടികളുടെ ആവിഷ്കാരത്തിൽ ഒരുക്കിയ 2 നാടകങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് ജ്വാല നടക്കാവ് നേതൃത്വത്തിൽ നൃത്താവിഷ്കാരവും നടന്നു. ചിത്രരചനാ മത്സരത്തിന്റെ വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. രാത്രി ക്യാമ്പ് ഫയറോടെയാണ് വായനാ വെളിച്ചം വായനാക്കളരി പദ്ധതിക്ക് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാട്ടുപന്നിയുടെ കുത്തേറ്റ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. ശനിയാഴ്ച രാവിലെ 6 മണിയോടുകൂടി ചാമുണ്ടിക്കുന്ന NSS എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ചാമുണ്ടിക്കുന്നിലെ സജിനാണ് എസ്റ്റേറ്റിലെ ടാപ്പിംഗിനിടെ പന്നിയുടെ കുത്തേറ്റത്. NSS കരിങ്കോളി ഡിവിഷനിൽ ടാപ്പിംഗ് ജോലിക്കിടെയായിരുന്നു സംഭവം. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് ജില്ലാ മിഷൻ കുടുംബശ്രീ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDS ബാലസഭ കളിക്കൂട്ടം, ഫെസ്റ്റിവൽ ക്യാമ്പയിൻ, CDS തല പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ബാലസഭാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളിക്കൂട്ടം എന്ന പേരിൽ അവധിക്കാല ക്യാമ്പയിൻ നടത്തിവരികയാണ്. പുതിയ ബാലസഭകളുടെ രൂപീകരണം, നിലവിലുള്ള ബാലസഭകളുടെ പുനഃസംഘടന എന്നിവ ലക്ഷ്യമിട്ടാണ് ബാലസഭ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ മിഷൻ കുടുംബശ്രീയുടെ കീഴിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭാ കിളിക്കൂട്ടം, ഫെസ്റ്റിവൽ ക്യാമ്പയിൻ, CDS തല പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. അറിയാവുന്നതെന്താ? ഫുട്ബോൾ ആണ്, ടെന്നീസ് ആണ്, ക്രിക്കറ്റ് ആണ്, ബാഡ്മിന്റൺ ആണ് ഒക്കെ അല്ലേ? എന്നാൽ ഞങ്ങളുടെ കാലത്ത് ഒരുപാട് സന്തോഷത്തോടുകൂടി മഴയും വെയിലും ഒക്കെ കൊണ്ട് കളിച്ചിരുന്ന കുറെ കളികളുണ്ട്. അറിയോ എന്താന്ന്? കുട്ടികോലുണ്ട്, പിന്നെ കൊത്തങ്കല്ലുണ്ട്, കോട്ടിക്കളിയുണ്ട്, ഒളിച്ചും പാത്തും കളിയുണ്ട്. അങ്ങനെ ഒരുപാട് കളിയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാലം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ? മഴക്കാലോ? കുട്ടിക്കാലം. എന്തുകൊണ്ടാ പറയുന്നത് കുട്ടിക്കാലം ഇഷ്ടമാണെന്ന്? കളിക്കാനല്ലേ? നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരുപാട് സ്വാതന്ത്ര്യത്തോടു
കൂടി കളിക്കാനും ചിരിക്കാനും ഒക്കെ വർണ്ണ കുപ്പായങ്ങൾ ഇടാനും ഒക്കെ പറ്റുന്നത് എപ്പോഴാ? കുട്ടിക്കാലത്ത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഇഷ്ടമുള്ള കാലം കുട്ടിക്കാലം. കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഓർത്ത് എനിക്ക് ആ കാലത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് നമ്മൾ പറയുന്നത് കുട്ടിക്കാലത്തേക്കാണ്. CDS ചെയർപേഴ്സൺ കെ അശ്വിനി അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ കുഞ്ഞാമന സംസാരിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും ഇംഗ്ലീഷ് അധ്യാപക പരിശീലകനും ബോവിക്കാനം AUP സ്കൂൾ അധ്യാപകനുമായ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ, അധ്യാപിക അനുശ്രീ മുഴക്കോം എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് കൈകാര്യം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഷൈജു സ്വാഗതവും CDS വൈസ് ചെയർപേഴ്സൺ കെ സുമതി നന്ദിയും പറഞ്ഞു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് പ്രവർത്തിക്കുന്ന വിദ്യാരാജ് അക്കാദമി ഏപ്രിൽ 13 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ സംഘടിപ്പിച്ച സമ്മർ വെക്കേഷൻ ലാംഗ്വേജ് ക്യാമ്പ് സമാപിച്ചു. മേലാങ്കോട്ട് പ്രവർത്തിക്കുന്ന വിദ്യാരാജ് അക്കാദമി ഏപ്രിൽ 13 മുതൽ സംഘടിപ്പിച്ച സമ്മർ വെക്കേഷൻ ലാംഗ്വേജ് ക്യാമ്പ് സമാപിച്ചു. സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി ലൈബ്രറി കൌൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ഉദ്ബോധിപ്പിക്കുകയും ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തു. ബഹുസ്വരത, ഭാഷയുടെ കാര്യത്തിൽ ബഹുസ്വരതയുള്ള നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഭാഷ മാത്രം പോരാ, ഒന്നിലധികം ഭാഷ. കർണാടകത്തിൽ പോകുമ്പോൾ അവിടെ കർണാടകമാണ്. ചിലപ്പോൾ ഇംഗ്ലീഷ് പോലും ഉണ്ടാവില്ല. ഈ സ്ഥാപനങ്ങളുടെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്ഥാപനങ്ങളുടെ പേരെഴുതി വെച്ച ബോർഡിൽ നമ്മളിവിടെ മലയാളവും ഇംഗ്ലീഷും കാണും. പക്ഷെ അവിടെ കർണാടകം മാത്രമേ പല സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് വല്ലാതെ ബുദ്ധിമുട്ടി പോകും. ഇപ്പുറത്താണെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴാണ്. പിന്നെ തെലുങ്ക്, തൊട്ടപ്പുറത്ത് പോയ തെലുങ്ക്, പിന്നെ മറാത്തിയുണ്ട്, ബംഗാളിയുണ്ട്, ഹിന്ദിയുണ്ട്. ഇങ്ങനെ ബഹുഭാഷകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ഭാഷ മാത്രം പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. ഭാഷയുടെ കാര്യത്തിൽ ഉള്ള പരിമിതി, ഞാനിപ്പോൾ അടുത്ത് വായിച്ചൊരു ജീവചരിത്ര ഗ്രന്ഥത്തിൽ എനിക്ക് വളരെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ മന്ത്രിയൊക്കെ ആയിരുന്ന EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ മാതൃഭൂമി ബുക്സ് 2 മാസം മുമ്പ് പ്രസിദ്ധീകരിച്ചു. വിദ്യാരാജ് അക്കാദമിയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ വിനയരാജ് KP സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലയൺ ഇന്റർനാഷണൽ റീജിയൻ 15ന്റെ കോൺഫറൻസ് ഹോസ്ദുർഗ് ലയൺസ് ഹാളിൽ സംഘടിപ്പിച്ചു. റീജിയൻ ചെയർമാൻ നാസർ കൊളവയലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി TV വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ലയൺസ് ഇന്റർനാഷണൽ റീജിയൻ 15ന്റെ കോൺഫറൻസ് ഹോസ്ദുർഗ് ലയൺസ് ഹാളിലാണ് നടന്നത്. റീജിയൻ ചെയർമാൻ നാസർ കൊളവയലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അതിഗംഭീരമായി പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നേരത്തെ നാസറിനെ ഓർമ്മ ഞാൻ പറഞ്ഞു. എത്ര സുഹൃത്തുക്കളാണ് നമുക്കിപ്പോൾ ഈ ഹോളിലുള്ള എല്ലാവരും. അതൊക്കെ തന്നൊരു സ്നേഹമുണ്ട്. കെയർ കണക്ട് കമ്പാഷൻ എന്ന് വെറുതെ പറയുന്നതല്ലോ. ആ കെയർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആ കണക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആ കമ്പാഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും അത് കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആരുടെ തകരാറാണ്? മറ്റുള്ളവരുടെ തകരാറല്ല, അത് അവരവരുടെ തകരാറാണ്. ഞാൻ ചോദിക്കുന്നത് മുങ്ങടയില്ലേ, എന്തെങ്കിലും ഒരു സാധനത്തിന് വന്ന് വെറുതെ ഇങ്ങനെ മെമ്പറായിട്ട് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. മനുഷ്യൻ, നിങ്ങൾ ചെസ് കളിക്കുന്നതിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ചില സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെസ് കളിക്കുന്ന ഒരു പ്രത്യേകത അറിയാലോ നിങ്ങൾക്ക്. ചില ആളുകൾ ജനിക്കുമ്പോൾ തന്നെ മഹാന്മാരായിട്ട് ജനിക്കുന്നത്. രാജാവ് ജനിക്കുമ്പോൾ തന്നെ രാജാവാണ്, അല്ലെങ്കിൽ അയാളുടെ അച്ഛൻ രാജാവായിരിക്കും, അപ്പൊ മോനെ രാജാവാകും. അയാൾ ജനിക്കുമ്പോൾ തന്നെ മഹാനാണ്. രാജ്ഞി അങ്ങനെയല്ലേ, ചെസ് കളിയിലെ രാജാവില്ലേ, അയാൾ രാജാവായിട്ടാണ് ജനിക്കുന്നത്. ആന ആനയായിട്ടാണ് ജനിക്കുന്നത്, കുതിര കുതിരയായിട്ടാണ് ജനിക്കുന്നത്. ഇതിലെല്ലാം അവര് അതന്നെയായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ അതിൽ ആർക്കും വേണ്ടാത്ത ചെറിയ കുഞ്ഞൊരു, നിങ്ങൾ ചെസ് കളിക്കുന്നവരല്ലേ, അതിലൊരു കുഞ്ഞു കരുണ്ട് മുമ്പിൽ നിൽക്കുന്ന. അതിന് ഇംഗ്ലീഷിൽ പോണെന്ന് പറയാം, നമ്മൾ മലയാളത്തിൽ കാലാളെന്ന് പറയും. ആ കാലാള് മുമ്പിൽ ഒരു വിലയില്ലാത്ത ചെറിയ ചെറിയ കുഞ്ഞു ആൾക്കാരാണ്. പക്ഷെ കാലാളുടെ ഒരു പ്രത്യേകത, ചെസ് കളിക്കുന്നവർക്ക് അറിയാം എന്താ കാലാളുടെ പ്രത്യേകത. കാലാള് വലിയ മഹാനായിട്ടൊന്നും ജനിച്ചു, രാജാവിനെ പോലെ ജനിച്ചതല്ല, ആനയെ പോലെ ജനിച്ചതല്ല, കുതിരയെ പോലെ ജനിച്ചതല്ല, വെറും ഒരു കുഞ്ഞു കാലാളാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം, മികച്ച 6 നീക്കങ്ങൾ അതിന് നടത്താൻ സാധിച്ചാൽ, ചെസ് കളിയിൽ മികച്ച 6 നീക്കം നടത്താൻ സാധിച്ചാൽ അതിനെന്തുമായി മാറും. സോൺ ചെയർപേഴ്സൺമാരായ ജോമിച്ചൻ, ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സോൺ തലത്തിലും റീജിയൻ തലത്തിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ക്ലബ്ബുകൾക്ക് അവാർഡുകൾ നൽകി.
മികച്ച ക്ലബ്ബായി ബന്തെടുക്ക ലയൺസ് ക്ലബ്ബും മികച്ച പ്രസിഡന്റായി മുള്ളേരിയ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജലക്ഷ്മി ടീച്ചറും തെരഞ്ഞെടുക്കപ്പെട്ടു. ചടങ്ങിൽ റീജിയൻ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട്, ഹോസ്റ്റൽ പ്രസിഡന്റ് വിനോദ് കുമാർ, ട്രഷറർ ദിനേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂച്ചക്കാട്ടെ അബ്ദുൾ മജീദിന്റെ വീട് കുത്തി തുറന്ന 45 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന പ്രതിയെ ഷൊർണൂർ ജയിലിൽ നിന്നും കാസർഗോഡ് എത്തിച്ചു. കവർച്ച നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തി. കഴിഞ്ഞ കാലവർഷത്തിൽ രൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായ ചെറുവത്തൂർ വീരമലക്കുന്നിൽ ഇപ്പോഴും അപകടം പതിയിരിക്കുന്നു. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലുണ്ടാവുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. തട്ടുകളായി തിരിച്ച് മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. കാസർഗോഡ് ട്രെയിനിന് നേരെ വീണ്ടും കല്ലേറ്. പള്ളിക്കര പൂച്ചക്കാടിന് സമീപം ഇന്റർസിറ്റി എക്സ്പ്രസിന് നേരെയുണ്ടായ കല്ലേറിൽ യാത്രക്കാരിയുടെ കണ്ണിന് പരിക്കേറ്റു. നീലേശ്വരം ആലിക്കീഴിലെ കുഞ്ഞിക്കണ്ണന്റെ ഭാര്യ അനിതയ്ക്കാണ് പരിക്കേറ്റത്. തൃക്കരിപ്പൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആംബുലൻസിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓടിയത് പരിഭ്രാന്തി പരത്തി. ദിലീപ് സർക്കാർ എന്ന യുവാവിനാണ് ട്രെയിനിൽ നിന്ന് വീണ പരിക്കേറ്റിരുന്നത്. കാഞ്ഞങ്ങാട് കൊറിയർ സ്ഥാപനം വഴി MDMA കടത്താൻ ശ്രമം. മയക്കുമരുന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിൽ കാസർഗോഡ് ജില്ലയിൽ മയക്കുമരുന്ന് വേട്ട ശക്തമാക്കി പോലീസ്. മഞ്ചേശ്വരം കടപ്പുറത്ത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ വന്നുചേരുന്ന ഓഷ്യൻ വാട്ടർ പാർക്കിന് മുന്നിലെ കാറ്റാടിമരം അപകട ഭീഷണി ഉയർത്തുന്നു. ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന ഉണങ്ങി ദ്രവിച്ച നിലയിലുള്ള മരം വലിയൊരു അപകടത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാരും സന്ദർശകരും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.